നമസ്കാരം. നികുതി സ്ലാബിലടക്കം പൊളിച്ചെഴുത്ത് ജനം പ്രതീക്ഷിക്കുകയാണ് ഈ ബജറ്റിൽ. ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രമുള്ളതിനാൽ ജനകീയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാക്കുമെന്നാണ് സൂചന. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് അവതരിപ്പിക്കുന്നത്. രാവിലെ 11 മണിക്ക് ലോക്സഭയിൽ ബജറ്റ് പ്രസംഗം തുടങ്ങും. നിലവിലെ ആദായ നികുതി സ്ലാബുകളിൽ മാറ്റമുണ്ടായേക്കുമെന്നാണ് സൂചന. ഇന്ത്യൻ മധ്യവർഗത്തിന് അനുകൂലമായി നിരവധി പ്രഖ്യാപനം ഇത്തവണയുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. നിലവിൽ 3 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് ആദായ നികുതിയില്ല. എന്നാൽ ഇത്തവണത്തെ ബജറ്റിൽ അത് 5 ലക്ഷമായി ഉയർത്തണമെന്ന ആവശ്യം ശക്തമാണ്. പഴയ നികുതി വ്യവസ്ഥയിൽ 2.5 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവരാണ് നികുതി ബാധ്യത ഇല്ലാത്തവർ. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനും വിലക്കയറ്റം പിടിച്ചു നിർത്താനും നികുതിയിലൊക്കെ പ്രഖ്യാപനം ഉണ്ടായേക്കും. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതും നികുതിയിലുണ്ടായ കുറവ് മൂലം കേരളത്തിനുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ട് പരിഹരിക്കാൻ 24,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നതാണ് കേരളത്തിന്റെ ആവശ്യം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസം, വിഴിഞ്ഞം തുറമുഖം, മനുഷ്യ വന്യജീവി സംഘർഷത്തിന് പരിഹാരം എന്നിവയിലും സഹായം കേരളം പ്രതീക്ഷിക്കുന്നുണ്ട്. ആഗോളതലത്തിലെ രാഷ്ട്രീയ സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾക്കിടയിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ശക്തമായ പ്രകടനം കാഴ്ചവെക്കുന്നതായി സാമ്പത്തിക സർവേ വിശദീകരിച്ചിരുന്നു. കാർഷിക രംഗത്തെ തിരിച്ചുവരവും സർവീസ് മേഖലയിലെ വളർച്ചയും സ്വകാര്യ ഉപഭോഗം വർദ്ധിക്കുന്നതും ഇന്ത്യക്ക് തുണയാകുന്നു. അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ വരും മാസങ്ങളിൽ സർക്കാരിൻ്റേതുൾപ്പെടെ വലിയ നിക്ഷേപമുണ്ടാകുമെന്ന പ്രതീക്ഷയും ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ വെച്ച സർവേയിലുണ്ട്. 2024-2025 GDP വളർച്ച 6.3 മുതൽ 6.8% പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ സർവേയിൽ ഇത് 6.5 മുതൽ 7% വരെയായിരുന്നു. 2047 ഇന്ത്യ വികസിത രാജ്യമാവുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള ദൂരവും സർവേയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതിനായി അടുത്ത 1-2 ദശാബ്ദം 8% വളർച്ചാ നിരക്ക് നേടണം. നിക്ഷേപ നിരക്ക് GDPയുടെ 35% ആവുകയും വേണം. നിലവിൽ ഇത് 31%. വിദേശ വിനിമയ കരുതൽ ധനം $64,030 കോടി, അതായത് ഏകദേശം 55 ലക്ഷം കോടി രൂപ ഉള്ളതുകൊണ്ട് 11 മാസത്തെ ഇറക്കുമതിയും 90% വിദേശ ഘടകവും കൈകാര്യം ചെയ്യാനാകുമെന്ന് സർവേയിൽ പറഞ്ഞു. വളർന്നുവരുന്ന സാങ്കേതിക വിദ്യകളായ നിർമ്മിത ബുദ്ധി, റോബോട്ടിക്സ്, ബയോടെക്നോളജി എന്നിവയിൽ കൂടുതൽ നിക്ഷേപം നടത്തിക്കൊണ്ട് നിർമ്മാണ മേഖലയ്ക്ക് കരുത്ത് പകരണമെന്നതാണ് നിർദ്ദേശം. ആഗോള മേഖലയിലെ അനിശ്ചിതത്വങ്ങൾ ഇന്ത്യൻ വിപണിയും ബാധിക്കുമെന്നതിനാൽ ആഭ്യന്തര വളർച്ചയ്ക്കാണ് ബജറ്റിൽ പ്രാധാന്യം നൽകാൻ സാധ്യത. 2030 വരെ പ്രതിവർഷം 78.5 ലക്ഷം കാർഷികേതര ജോലികൾ സൃഷ്ടിക്കണം. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പദ്ധതികൾ സംസ്ഥാന സർക്കാരുകളുടെ നേതൃത്വത്തിലാക്കി മാറ്റും. തൊഴിലാളികളെക്കുറിച്ച് നിർമ്മിത ബുദ്ധിയുടെ സഹായത്താൽ ഉണ്ടാക്കുന്ന വരുമാനത്തിന് നികുതി ചുമത്തിയേക്കും. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൂടുതൽ പേരിലേക്ക് എത്തിക്കാനും നീക്കമുണ്ടാകും. നിർമ്മിത ബുദ്ധി, റോബോട്ടിക്സ്, ബയോടെക്നോളജി എന്നിവയിൽ കൂടുതൽ നിക്ഷേപത്തിന് മുൻഗണനയും ബജറ്റിലുണ്ടാകും. ബജറ്റിൽ സംസ്ഥാനത്തിന് എന്തെല്ലാം ലഭിക്കുമെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് കേരളം. സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ കേരളത്തിന് അഭിനന്ദനം ലഭിച്ചിരുന്നു എന്നതും പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വഴി സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നടപ്പാക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് സാമ്പത്തിക സർവേ റിപ്പോർട്ട് കേരളത്തെ അഭിനന്ദിച്ചത്. 24,000 കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജാണ് ബജറ്റിൽ കേരളം പ്രതീക്ഷിക്കുന്നത്. കേന്ദ്രവിഹിതം വെട്ടിക്കുറച്ചതുകൊണ്ടുള്ള സാമ്പത്തിക ഞെരുക്കം പരിഹരിക്കാനാണ് 2 വർഷത്തിനകം ലഭ്യമാകുന്ന പാക്കേജ് ആവശ്യപ്പെട്ടതെന്ന് സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. കഴിഞ്ഞ ബജറ്റിൽ ആന്ധ്രാപ്രദേശ്, ബീഹാർ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പാക്കേജ് അനുവദിച്ചിരുന്നു. രാജ്യത്തെ പ്രധാന തുറമുഖമായി മാറുന്ന വിഴിഞ്ഞത്തിനായി 5,000 കോടിയുടെ പ്രത്യേക പാക്കേജും ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിഴിഞ്ഞത്തിനായി ഇതുവരെ ചെലവിട്ട 8,500 കോടിയിൽ 5,500 കോടിയും കേരളത്തിൻ്റെതാണ്. കേന്ദ്രം അനുവദിച്ച വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് തിരിച്ചടക്കണമെന്ന വ്യവസ്ഥ ഒഴിവാക്കണമെന്നും ആവശ്യമുണ്ട്. വയനാട് പുനരധിവാസത്തിനും പ്രത്യേക പാക്കേജുകൾ വേണമെന്ന ആവശ്യം കേരളം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. വയനാട് പുനരധിവാസത്തിന് 2,000 കോടിയുടെ പാക്കേജും വിഴിഞ്ഞത്തിന് 5,000 കോടിയും വേണമെന്നതാണ് കേരളത്തിൻ്റെ ആവശ്യം.